എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പട്ടാമ്പിയിലെ ഈ ക്യാമ്പാണ്. എല്ലാം നിറപുഞ്ചിരിയോടുകൂടി ആളുകളെ സ്വീകരിക്കുന്ന ഒരു യുവത്വം, അവരുടെ ആത്മാർത്ഥമായ ആ പെരുമാറ്റം. ഒരു മനുഷ്യന് അവന്റെ അവയവം നഷ്ടപ്പെടുമ്പോഴാണ് ആ അവയവത്തിന്റെ വിലയും അതിന്റെ ദുഃഖവും അവന് മനസ്സിലാക്കുക. എന്നാൽ ആ അവയവം കൃത്രിമമാണെങ്കിൽ കൂടി ആ അവയവം തിരിച്ചു കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം. ആ സന്തോഷമാണ് നിങ്ങൾ ഇന്ന് കാണിക്കുന്നത്. ഞാൻ ഉള്ളത് പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിലാണ്. വരും ഒരുപാട് അവരുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അതെ, തികച്ചും സൗജന്യമാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. ഞാൻ ഒരു അപകടം പറ്റിയതാ. 13 വർഷമായി. മരത്തിൽ കയറിയിട്ട് വീണതാ. നടക്കാൻ കഴിയില്ല. ഇറക്കുന്നത് താഴോട്ട്. വീൽ ചെയറാണ് നമ്മുടെ ആശ്രയം. അപ്പൊ അങ്ങനെ ഒരു പുതിയതൊന്നും ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയ സന്തോഷം. അറിഞ്ഞു, സന്തോഷം. അവിടെ വന്ന് നമ്മുടെ ക്യാമ്പിൽ പമ്പ് എടുത്തു, ഡീറ്റെയിൽ എല്ലാം കൊടുത്തു. ഇന്നിപ്പോ അത് വിതരണത്തിന് വാങ്ങാൻ വന്നു. പട്ടാമ്പി ഇന്ന് വരെ കാണാത്ത ഇത്രയും വലിയൊരു ചാരിറ്റി നടക്കുന്നതിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന മുസാഖ ഇത് നടത്തുന്നത് അമലല്ലേ? ഈ അമൽ എത്ര വർഷമായി ഇവിടെ പട്ടാമ്പി? ഏകദേശം 15 കൊല്ലത്തോളമായി പട്ടാമ്പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അമൽ ഫൗണ്ടേഷൻ. ഈ പട്ടാമ്പിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ചാരിറ്റി ചെയ്തായിട്ട് എനിക്കറിയില്ല. ഇതൊരു നാഴികക്കല്ലിന്റെ അമലല്ലേ? തീർച്ചയായിട്ടും പട്ടാമ്പിയിൽ നിന്ന് മാത്രമല്ല, ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു ക്യാമ്പിൽ വെച്ച് 20 ലക്ഷം രൂപയിലധികം വരുന്ന ഉപകരണങ്ങളാണ് അർഹതപ്പെട്ട ആളുകൾക്ക് ഇന്ന് കൈമാറുന്നത്. അത് ജാതി ഭേദമന്യേ, പ്രായഭേദമന്യേ എല്ലാവർക്കും അല്ലെ. അവരുടെ ആ സന്തോഷം കാണുമ്പോഴേ നമുക്ക് തന്നെ ഒരുപാട് സന്തോഷം. അവർക്ക് ആ നഷ്ടപ്പെട്ട അവയവം തിരിച്ചു കിട്ടുമ്പോൾ, കൃത്യമാണെങ്കിൽ കൂടി അത് തിരിച്ചു കിട്ടുമ്പോൾ ഒരു സന്തോഷം അല്ലെ? തീർച്ചയായിട്ടും ഇത് പാലക്കാട് ജില്ലക്കാർ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ പട്ടാമ്പിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് ഒരു സന്തോഷമുള്ള ചാരിറ്റി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സത്യം ഞാൻ മനസ്സിലാക്കിയത്, അതായത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ആൾക്കാർ വരുന്നിട്ടുള്ള ഒരു പരിപാടി, ഒരു ചാരിറ്റി പരിപാടി. ചെറിയ കുട്ടികളുടെ ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ തേവലക്കര പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ മാനക്ക ഇത് കേരളത്തിലെ പല ഭാഗത്തുണ്ടല്ലേ? ഓൾ കേരള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളും ഇതിന്റെ ഉപഭോക്താക്കളാണ്. അവർക്ക് ആ ഉപകരണം കൊടുക്കുമ്പോഴും ആ ഉപകരണം കാലുമ്പ് ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ അവരുടെ ആ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, പുഞ്ചിരി അല്ലെ? അത് തന്നെയാണ് ഞങ്ങളുടെ സംഘാടകരും ഞങ്ങളെയും ആ ഒരു തൃപ്തി ഉള്ളത്. അമൽ ചാരിറ്റിയുടെ നാഴികക്കല്ലാണിത് അല്ലെ? എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പട്ടാമ്പിയിലെ ഈ ക്യാമ്പാണ്. എല്ലാം നിറപുഞ്ചിരിയോടുകൂടി ആളുകളെ സ്വീകരിക്കുന്ന ഒരു യുവത്വം, സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്, അവരുടെ ആത്മാർത്ഥമായ ആ പെരുമാറ്റം. അപ്പൊ നമ്മുടെ പട്ടാമ്പി അമൽ ചാരിറ്റി കേരളത്തിന്, ലോകത്തിന് തന്നെ ഒരു മാതൃക ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അൽഹംദുലില്ലാഹ്, വലിയ ചാരിതാർത്ഥ്യമാണ് നമുക്ക് ഈ പറയുന്നതിലും ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതിലൊക്കെ ഉള്ളത്. മയ്യത്ത് പരിപാലനത്തിൽ തുടങ്ങിയതാണ് അല്ലെ? മയ്യത്ത് പരിപാലനത്തിൽ ഏകദേശം എത്ര വർഷമായി ഇപ്പൊ ഈ ചാരിറ്റി? 10 വർഷത്തോളമായി അമൽ ചാരിറ്റബിൾ സൊസൈറ്റി നമ്മള് തുടക്കം കുറിച്ചിട്ട്.